പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KS വിജ്ഞാപനം ഉടൻ. 31 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിത ഒഴിവിലായിരിക്കും വിജ്ഞാപനം. ആദ്യ വിജ്ഞാപനം വന്ന് 6-ാം വർഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് 2-ാം വിജ്ഞാപനം തയ്യാറാകുന്നു. ഡെപ്യൂട്ടേഷൻ റിസർവായി കണ്ടെത്തിയ 31 KS ഒഴിവുകൾ പൊതുഭരണ വകുപ്പ് PSCക്ക് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ KSന്റെ വിജ്ഞാപനം ഉടൻ തന്നെ വരും. 31 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വിജ്ഞാപനം വന്ന് 6-ാം വർഷമാണ് രണ്ടാമത്തെ വിജ്ഞാപനം തയ്യാറാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രതീക്ഷിത ഒഴിവായിട്ടാണ് ഇവ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ KS വിജ്ഞാപനത്തിനുള്ള നടപടികൾ PSCയിൽ ആരംഭിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ വിജ്ഞാപനം വരുമെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. അതനുസരിച്ച് നടപടികൾ സർക്കാർ ഊർജിതപ്പെടുത്തിയെങ്കിലും ഡെപ്യൂട്ടേഷൻ റിസർവ് രൂപവത്കരിക്കുന്നതിനുള്ള ഉത്തരവ് വൈകുകയായിരുന്നു. 3 കാറ്റഗറികളിലായിരിക്കും വിജ്ഞാപനം. നേരിട്ടുള്ള വിജ്ഞാപനത്തിന് പുറമെ തസ്തിക മാറ്റത്തിന് 2 കാറ്റഗറികൾ ഉണ്ടാകും. നേരിട്ടുള്ള നിയമനത്തിന് 21 മുതൽ 32 വയസ്സ് വരെയാണ് പ്രായപരിധി. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ തസ്തിക മാറ്റത്തിന് 21 മുതൽ 40-ഉം 1-ാം ഗസറ്റഡ് തസ്തികയിലുള്ളവരുടെ തസ്തിക മാറ്റത്തിന് 50 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല. അപ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് വയസ്സ് പറഞ്ഞിരിക്കുന്നത്. നേരിട്ടുള്ള നിയമനത്തിന് 21 മുതൽ 32 വയസ്സ് വരെയാണ് പ്രായപരിധി. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ തസ്തിക മാറ്റത്തിന് 21 മുതൽ 40 വയസ്സ് വരെയും 1-ാം ഗസറ്റഡ് തസ്തികയിലുള്ളവരുടെ തസ്തിക മാറ്റത്തിന് 50 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല. ഇത്രയുമാണ് പ്രായപരിധിയിൽ വച്ചിരിക്കുന്ന നിബന്ധന. ബിരുദമാണ് യോഗ്യത. 2 ഘട്ട പരീക്ഷയുണ്ടാകും. മുഖ്യ പരീക്ഷ വിവരണാത്മക രീതിയിലാണ്, ഡിസ്ക്രിപ്റ്റീവ് രീതിയിലായിരിക്കും പ്രധാന പരീക്ഷ നടത്തുന്നത്. ഇപ്പോൾ കണ്ടെത്തിയ ഡെപ്യൂട്ടേഷൻ റിസർവിൽ നിലവിൽ KS കേഡറ്റിലുള്ളവരെ നിയമിക്കും. ഡെപ്യൂട്ടേഷൻ റിസർവിലാണ് KS കേഡറ്റിലുള്ളവരെ നിയമിക്കുന്നത്. അങ്ങനെയുണ്ടാകുന്ന ഒഴിവിലേക്കാണ് PSC പിന്നീട് നിയമന ശുപാർശ നടത്തേണ്ടത്. അതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഇനി നീക്കണം. KSന്റെ ആദ്യ വിജ്ഞാപനം 2019 നവംബർ 1-ന് കേരള പിറവി ദിവസമാണ് പ്രസിദ്ധീകരിച്ചത്. കേഡർ തസ്തികയിലെ 105 ഒഴിവിലേക്കായിരുന്നു വിജ്ഞാപനം. വിശേഷാൽ ചട്ടമനുസരിച്ച് 2 വർഷത്തിൽ ഒരിക്കൽ പരീക്ഷ നടത്തി KSലേക്ക് നിയമനം നടത്തണമെന്നാണ് വ്യവസ്ഥ. ആദ്യ വിജ്ഞാപനം വന്ന് 5 വർഷം കഴിഞ്ഞു. ഭരണനിർവഹണത്തിന്റെ 2-ാം നിരയിൽ ചെറുപ്പക്കാരെ നിയോഗിച്ച് സിവിൽ സർവീസ് കാര്യക്ഷമമാക്കാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കിയ ഉയർന്ന സർക്കാർ സർവീസാണ് KS. ഇതിൽ 8 വർഷ സേവനം പൂർത്തിയാക്കുന്ന നിശ്ചിത പ്രായപരിധിയിലുള്ളവർക്ക് നേരിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ KS ഏറ്റവും ഉയർന്ന ജോലിയാണ്. അപ്പോൾ സിവിൽ സർവീസ് കാര്യക്ഷമമാക്കാൻ ഉദ്ദേശിച്ചിട്ട് തയ്യാറാക്കിയ ഉയർന്ന സർക്കാർ സർവീസാണ് KS. അപ്പോൾ ആ വിജ്ഞാപനം ഉടൻ തന്നെ വരും. അർഹരായവർ അത് കാത്തിരുന്ന് ഉടനെ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയൊരു PSC വാർത്തയുമായിട്ട് വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.